ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ പാക്ക് വീഡിയോ ആട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഈസി ഹെയർ ഗ്രോത്ത് ടിപ്സിനെ പറ്റിയിട്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉടനെ തന്നെ ഒരു ഹെയർ പാക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ ആയിട്ട് ഇത് ഞാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ മുടിയിൽ ചെയ്യുന്ന ഒരു പാക്കാണ്. ആ സമയത്ത് ഞാൻ ഷാമ്പൂ യൂസ് ചെയ്യാറില്ല. നമ്മളൊരു മെയിനായിട്ട് നമ്മൾ ഗേൾസിന് ഫംഗ്ഷൻസൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നല്ല അടിച്ചു പൊളിച്ച് പോകുക എന്നല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഫേസ് പാക്ക് ഇടും, ഹെയറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് സംഭവങ്ങളൊന്നും ഞാൻ അങ്ങനെ ഇപ്പോൾ ചെയ്യാറില്ല. പക്ഷേ മുടിയുടെ കാര്യത്തിൽ ഞാൻ പാക്ക് ഇടും കേട്ടോ. ആ പാക്കാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത്. അത് നമ്മുടെ മുടി, എൻ്റെ മുടി എന്ന് പറഞ്ഞതാണ്, ഇതാണ് എൻ്റെ മുടിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒട്ടും ഉള്ളില്ല. കാര്യം നമുക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഹെയർ ലോസാണ്, നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ഉള്ളില്ലാണ്ട് ഒതുങ്ങിക്കൂടിയാണ് മുടി കിടക്കുക. അപ്പോൾ അങ്ങനെ കിടക്കാതെ നല്ല ഉള്ളോട് കൂടി മുടി തോന്നിക്കുന്ന രീതിയിൽ, ഭയങ്കര ഷൈനിങ് ആയിട്ട് ഭയങ്കര തിക്നെസ് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് മുടി ഇട്ടൊന്ന് ഷൈൻ ചെയ്യാൻ പറ്റിയൊരു ഹെയർ പാക്കായിട്ടാണ് ഞാൻ ചെയ്യാൻ പോണേ. അതിൻ്റെ സൗണ്ടൊക്കെ അതിൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലോണം കേൾക്കുന്നുണ്ട്. അതിനോട് ചേട്ടൻ പുറത്തേക്ക് മാറ്റിയേക്കാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അതൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ വേഗം ഷൂട്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുറിയിലേക്ക് കയറിയേക്കാം കേട്ടോ. അപ്പോൾ ഈസി ഹെയർ പാക്കാണ്. ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ്. ആവശ്യമായിട്ടുള്ളത് ഒരു കോഴിമുട്ട, ഒരു ബനാന, ഇച്ചിരി കുളം തൈര്. അതെല്ലാവരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടൊരു ഹെയർ പാക്ക് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു പഴമാണ്. എൻ്റെ അടുത്ത് റോബസ്റ്റയാണ് ഉണ്ടായത്. നല്ല പഴുത്ത റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു, ഞാൻ അതെടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം ഉള്ളവർക്ക് അതെടുക്കാം. എന്ത് പഴമാണോ നമ്മുടെ അടുത്തുള്ളത് ആ പഴം എടുക്കാം. ഒരു കോഴിമുട്ട, പിന്നെ ഒരു സ്പൂൺ തൈര്, ഒരു ടേബിൾ സ്പൂൺ തൈര് ഇട്ടാൽ എൻ്റെ കയ്യിൽ കറക്റ്റ് അതാണ് ഉണ്ടായിരുന്നത്. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇത്ര ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇനി അത് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വാഷ് ചെയ്ത് കളയുക. ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് എനിക്ക് വർക്കാവുന്ന ഒരു ഹെയർ പാക്കാണ്. അധികം ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം ആ യോക്കിൻ്റെ പോർഷൻ കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഹെയർ ഒന്നുകൂടെ ഡ്രൈ ആവേ ചെയ്യുള്ളൂ. എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആണ്. പക്ഷെ ഞാൻ 2 ദിവസം മുമ്പ് നല്ലോണം എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നെങ്കിലും നിങ്ങൾ എന്താ ചെയ്യുക, എഗ്ഗിൻ്റെ യോക്കും വൈറ്റും കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയറിൽ എന്ത് ഓയിലാണോ ഇടുക ആ ഓയിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഹെയർ പാക്ക് ഇടുക. അപ്പോൾ ഓവറായിട്ട് ഫ്രിസി ആയി പോകില്ല കേട്ടോ. ഹെയറിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓരോരോ ലെയർ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കില്ലേ നമ്മൾ എണ്ണയൊക്കെ അപ്ലൈ ചെയ്യണ പോലെ, അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കിപ്പോൾ ഇത് വെക്കാനായിട്ടൊരു സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടിട്ട് എനിക്ക് ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. നോക്കട്ടെ. സ്കാൽപ്പിൽ എന്തെങ്കിലും യൂസ് ചെയ്യാൻ അലർജി ഉള്ളവരാണെങ്കിൽ ഈ പാക്ക് ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ. സ്കാൽപ്പിൽ ചെയ്തില്ല എന്ന് വെച്ചിട്ടൊരു കുഴപ്പമില്ല. കാര്യം നമ്മുടെ മുടി ഇത് ഹെയർ ഗ്രോത്തിനുള്ള പാക്കല്ല. അതൊന്നാമത്തെ കാര്യം. ഞാൻ ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ മുടി ഷൈനി ആയിട്ട് കിടക്കാൻ വേണ്ടി, ഭയങ്കര ഷൈനിങ്ങോട് കൂടിയിട്ട് കുറച്ച് തിക്നെസ്സോട് കൂടി കിടക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഹെയർ പാക്കാണ് കേട്ടോ. എഗ്ഗിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല രീതിക്ക് എഗ്ഗിൻ്റെ സ്മെല്ല് ഹെയറിൽ ഉണ്ടാവും. ഇതിൻ്റെ ആഫ്റ്റർ റിസൾട്ടും കൂടി ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. തേച്ച് കൊടുക്കാം നന്നായിട്ട്. കുറച്ച് മുടിയുള്ളവരാണെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതിയാവും കേട്ടോ. പഴം, ചെറിയ പഴമൊക്കെ എടുത്താലും മതി. ഏത്തപ്പഴം വെച്ചിട്ട് ഞാൻ ഇതുവരെ ഈ ഹെയർ പാക്ക് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ പഴവും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തേക്കുന്നത് റോബസ്റ്റയാണ്. വെറും 2 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് മാത്രം ചെയ്യേണ്ട ഒരു ഹെയർ കെയർ വീഡിയോ. അതായത് ഒരു മുടി വളരാനുള്ള ഒരു ടിപ്പ് ഞാൻ ചെയ്യാറുള്ള ഒരു സംഭവം. അത് ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എൻ്റെ അതിനുവേണ്ടി ചേട്ടൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് നല്ല രീതിക്ക് കേൾക്കാൻ കിട്ടാം. പിന്നെ ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എനിക്ക് അപ്പുറത്തൊക്കെ പോയി ഒന്ന് വീഡിയോ ചെയ്യാൻ ഭയങ്കര ചമ്മലാണ്. അതാണ് ഞാൻ മുറിയുടെ ഉള്ളിൽ വന്നിരുന്ന് ചെയ്യണത്. നിങ്ങൾക്ക് ഞാൻ പറയണത് സൗണ്ടിൽ കേൾക്കാൻ പറ്റണുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. കാര്യം മറ്റുള്ളവർ കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പതുക്കെയാണ് പറയണത്. മൈക്കൊക്കെ വാങ്ങിക്കാട്ടെ, നമുക്ക് പയ്യെ വാങ്ങിക്കാം. അപ്പം എൻ്റെ ആവശ്യമുണ്ടോ? കർട്ടനൊക്കെ ഫുൾ അടച്ചിട്ട് വാതിൽ അടച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തുടക്കമല്ലേ മാർക്കോ? എൻ്റെ മുടി നല്ലോണം കൊഴിഞ്ഞ് കയ്യിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ വാരിക്കളയണം.
എൻ്റെ റൂം ഇപ്പം നല്ല അലങ്കോലമായിട്ടുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്യണം. അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഇത് കഴുകി കളയുമ്പോൾ ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാര്യം നല്ലവണ്ണം പറക്കും. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ് മുടി ഉണങ്ങി കഴിയുമ്പോഴത്തേനും നല്ലപോലെ മുടി പറക്കും. ഇത് അപ്പോൾ നമുക്ക് ഞായറാഴ്ചയാണ് ഒരു ഫംഗ്ഷനെങ്കിൽ വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം മുടിയിൽ എണ്ണയൊന്നും ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല. 2 ദിവസമൊക്കെ തല കഴുകിയില്ലെങ്കിലും വിഷയമില്ല കേട്ടോ. ഈ മുടി കൊഴിച്ചിലുള്ളവർ എന്തിൻ്റെ റീസണിലാണ് നമുക്ക് മുടി കൊഴിയുന്നതെന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാൻ അതിന് മുമ്പുള്ള ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. എന്താണ് മുടി കൊഴിച്ചിലിൻ്റെ റീസൺ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ പുറമേ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കേണ്ടതുണ്ട്. പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകൾ, ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള കുറച്ച് ഡയറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നോക്കുകയാണെങ്കിൽ, പിന്നെ അതേപോലെ ഹെയർ കെയറും ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 മാസം കൊണ്ട് തന്നെ എൻ്റെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. കുറച്ച് മെനക്കിടണം, കഷ്ടപ്പെട്ടാലേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 പഴത്തിൻ്റെ പീസ് അരഞ്ഞില്ല, അത് അതിനകത്ത് തന്നെ നടക്കണം. കൈ കഴിയട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹെയർ പാക്കിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈസി അല്ലേ, നമുക്ക് വലിയ മെനക്കേടൊന്നുമില്ല. ഇതൊക്കെ മിക്സിയിലിട്ട് അടിക്കാൻ അങ്ങോട്ട് തേക്കുക. ഒരു 25 മിനിറ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ പണിയുണ്ടെങ്കിൽ പണിയുക, കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പഠിച്ചോ, പഠിക്കാനുള്ള പിള്ളേർ ആണെങ്കിൽ തലയിൽ തേച്ചിട്ട് പഠിച്ചോ. എന്നിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും വാഷ് ചെയ്ത് കളയുക. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വേറെ എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇപ്പോൾ നമ്മൾ തുടങ്ങിയേക്കാം നമ്മുടെ പുതിയ ഒരു കുഞ്ഞു ചാനലാണ്. അത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്കതേ പറയാനുള്ളൂ. ഡെഫിനറ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തതൊന്നും ഞാൻ പറയില്ല. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ. ഹെയർ വാഷ് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ടാണ് കേട്ടോ ഇത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, എൻ്റെ മുടി ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്ട്രക്ചർ. അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് നോക്കിക്കണ്ടേ, നല്ല ഉള്ളോടുകൂടി തോന്നിക്കുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് കിടപ്പില്ലേ, നല്ല സിൽക്കി ആയിട്ട് കിടപ്പുണ്ട് മുടി. എനിക്കത് നേരിട്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. കാര്യം ഞാനത് മിക്കപ്പോഴും ചെയ്യുന്ന ഒരു പാക്ക് ആയതുകൊണ്ടിട്ട് എനിക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടിട്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഒട്ടും ഉള്ളില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളിനി ഹെയർ എക്സ്റ്റൻഷൻ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിട്ടാ, അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, ബൈ. ഈ ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുന്നവർ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ.